ഗൈസ് വെൽക്കം ടു ടോസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് പിന്നെ മാർക്കറ്റ് കണ്ടീഷൻസ് കുറിച്ച് നമ്മൾ അപ്ഡേറ്റ് നൽകുന്നുണ്ട്. ടെലഗ്രാമിലും കറക്റ്റ് നിങ്ങളോട് സംവദിക്കുന്നുണ്ട്. എന്തായാലും പബ്ലിക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവുള്ളൂ. നമ്മൾ അത്രയും ആക്റ്റീവാണ് അതിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീക്ക് 9 വന്നത്. നമ്മൾ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട വീക്കായ 6, 7, 8 +/- 9. എന്നാലും ആ 3 വീക്ക് നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ആ സമയത്ത് തന്നെ ഏകദേശം 108 BTC 108K നിന്ന് 91 വരെ നമ്മൾ കാണുകയും ഹൈ ഫണ്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയും, പ്രത്യേകിച്ച് നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് മാത്രം സംസാരിച്ചൊരു വിഷയമായിരുന്നു നമ്മുടെ ഈ USDT ഫണ്ടിനെ കുറിച്ചിട്ട്. കുറേ മെസ്സേജുകൾ വന്നിരുന്നു. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ബുൾ മാർക്കറ്റ് ഫേസ് ആണെങ്കിൽ, ഏത് ബിയർ മാർക്കറ്റ് ഫേസ് ആണെങ്കിലും ഫണ്ടിന് 2 റോളുണ്ട്. ബിയർ മാർക്കറ്റിലാണെങ്കിൽ പല ഫണ്ടും, അതായത് ഫണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, ആദ്യം തന്നെ പറയാം, ഒരു ബാഡ് ന്യൂസുകൾ, പ്രത്യേകിച്ച് ഒരു ഫിയർ ന്യൂസുകൾ നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ 2 തരത്തിലുള്ള അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു ബിയർ മാർക്കറ്റിൽ സ്മോൾ ഫണ്ടിന് പോലും, അത് ബാഡ് ന്യൂസിന് പോലും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതേസമയത്ത് ഒരു ബുൾ മാർക്കറ്റ് സമയത്ത് പല ഫണ്ടിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ബിയർ മാർക്കറ്റ് സ്ട്രെങ്ത്തിൻ്റെ അത്ര എന്ത് ചെയ്യപ്പെട്ടില്ല, ആ ഒരു പവർ കിട്ടണമെന്നില്ല. USDT ഫണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അത് ഒന്നാമത്. ആ ഒരു ഗൈഡ് ലൈൻസ് വായിച്ചാൽ തന്നെ മനസ്സിലാവും, EU റിലേറ്റഡ് കൺട്രീസിലാണ് ഒന്നാമത് ഇത് ഡീലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. മാത്രമല്ല റിലേറ്റഡ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജൂണിൽ തന്നെ എനിക്കൊന്ന് ബിനാൻസ് ഒക്കെ കഴിഞ്ഞ ജൂണിൽ തന്നെ ഇതിനെക്കുറിച്ചിട്ടൊരു നോട്ടീസ് നൽകുകയും 6 മാസത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഇതുണ്ട്. 6 മാസം മുമ്പേ ബിനാൻസ് ഒക്കെ ഇതിനെക്കുറിച്ചുള്ള മെസ്സേജ് നൽകിയിരുന്നു. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ USDC റെഗുലേറ്റ് ചെയ്യപ്പെടുകയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ട്രേഡിംഗ് പെയേഴ്സ് USDCയിലേക്ക് ഓൾറെഡി മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന 30-ാം തീയതി എന്ന് പറയുന്ന ആ ദിവസം അനൗൺസ് ചെയ്ത ന്യൂസ് ഒന്നല്ല. 30-ാം തീയതി എന്ന് പറയുന്നത് 6 മാസം മുമ്പേ ആണ്. മാത്രമല്ല ഇത്തരം ന്യൂസുകൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ആ ന്യൂസ് നമ്മൾ അറിയുന്ന മുമ്പ് തന്നെ മാർക്കറ്റ് ഡിപ്പായിട്ടുണ്ടാവും. ഏത് ഫണ്ടാണെങ്കിലും നമ്മൾ ചിന്തിക്കാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മളിലേക്ക് എത്തുമ്പോഴേക്കും ആ ഫണ്ടിൻ്റെ ഡിപ്പുകൾ നടന്നിട്ടുണ്ടാവും. പൊതുവേ നമ്മൾ അറിയപ്പെടുന്നത്, കാരണം ആ സമയത്ത് നമ്മളെ ബൈ ചെയ്യിപ്പിക്കാതിരിക്കാനാണ് ആ ന്യൂസുകൾ ഫ്ലഷ് ചെയ്യപ്പെടുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് കഴിഞ്ഞ മാർക്കറ്റ് കറക്ഷനിലുണ്ടായത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, സൂപ്പർ കമ്പ്യൂട്ടർ വരുമ്പോഴത്തേക്ക് ക്രിപ്റ്റോയെ റീപ്ലേസ് ചെയ്യപ്പെടുന്നു, കുറേയും കൂടി അഡ്വാൻസ്ഡ് ടെക്നോളജി വരുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മാർക്കറ്റ് ഡൗൺ ഉണ്ടാവുന്നു. അതേ സമയത്ത് മാർക്കറ്റ് അപ്പാവുമ്പോൾ എന്തേ സൂപ്പർ കമ്പ്യൂട്ടർ ഒഴിവാക്കിയ ഒന്നില്ല, ആരും ഒന്നും സംസാരിക്കാതെ. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഏത് യുദ്ധങ്ങളെ കുറിച്ചിട്ടും എപ്പോഴും മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ അതെന്താ, മാർക്കറ്റ് അപ്പാവുന്ന സമയത്ത് ഇസ്രായേലും ഈ പറയുന്ന ഇറാനും അപ്പുറം കൈ കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചിന്തകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ വിഷയം, മൈക്രോ സ്ട്രാറ്റജിക്ക് ബൈ ചെയ്യുന്നതോ. രണ്ടാമത് നമ്മൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഈ ഒരു പ്രൊസീജിയറിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യപ്പെടുക. ഇപ്പോൾ ഈ കഴിഞ്ഞ 6 മാസത്തിൻ്റെ അടുക്ക് BTC റീഅക്യുമുലേഷൻ പീരീഡ് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്തൊക്കെ എന്തൊക്കെ ഫണ്ട് ഉണ്ടായിരുന്നു, എന്തൊക്കെ ബാഡ് ന്യൂസുകൾ ഉണ്ടായിരുന്നു. അത് അതിജീവിച്ചിട്ട് നമ്മൾ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്തിരുന്നു BTC ഒരു 69 ഒറ്റയടിക്ക് 99Kയിലേക്ക് ഒരു സിംഗിൾ സ്ട്രെച്ചിൽ 1 ഡേ ക്യാൻഡിലൊക്കെ അബൌട്ട് ഒരു 9K ഒക്കെ ഉള്ള 1 ഡേ ക്യാൻഡിലൊക്കെ? അവിടെയാണ് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ട ഒരു കാര്യം നടന്നത്. അത് നിങ്ങളോട് പബ്ലിക് ഗ്രൂപ്പ് പറഞ്ഞ പോലെ, അത് കണ്ട നമുക്ക് ഇങ്ങനെയൊക്കെ മാർക്കറ്റിൽ സംഭവിക്കാൻ പറ്റും എന്ന് കണ്ട നമുക്ക് പിന്നീട് നമ്മളെ കുലുക്കാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്ന 6, 7, 8 എന്നുള്ള സമയത്ത് തന്നെ കറക്റ്റ് നമ്മുടെ പ്ലാൻ അനുസരിച്ച്, ഞാൻ നിങ്ങളോട് 10K ചതിക്കുയിൽ പറഞ്ഞ പോലെ ഈ 6, 7, 8 നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ആ ഫോമോ അടിച്ച് വന്നവരൊക്കെ ഈ സമയത്ത് ഈ മിന്നാത്ത ന്യൂസിൽ തന്നെ കണ്ടിട്ടില്ലേ, ക്രിപ്റ്റോ റിലേറ്റഡ് അനലീസിൽ പറഞ്ഞത് ഈ കഴിഞ്ഞ 91ലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സെൽ ഓഫ് ചെയ്തത് റീസെൻറ്റ് BTC ബയേഴ്സും റീസെൻറ്റ് ക്രിപ്റ്റോ ബയേഴ്സും ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി, അവരൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു, വീണ്ടും മാർക്കറ്റ് സ്ട്രെങ്ത് ആവുന്നു, വീണ്ടും പല കോയിൻസും സ്ട്രെങ്ത് ആവുന്നു, വീണ്ടും ഒരു അപ്പിലേക്കും, വീണ്ടും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അൾട്ടിമേറ്റ് ഒരു എയിം വെക്കുക. ഈ ഒരു ബുൾ മാർക്കറ്റ് സൈക്കിൾ കഴിഞ്ഞ എല്ലാം പ്ലാൻ പോലെ നടന്നിരുന്നു, ഇനിയും പ്ലാൻ പോലെ തന്നെ പോകുന്നു. നമ്മളൊരു ടൈം ആവുന്നു, ബുക്ക് ചെയ്യുന്നു, നമ്മൾ ലീവ് ചെയ്യുന്നു, ബിയർ മാർക്കറ്റ് വരുന്നു, വീണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു, വീണ്ടും പോകുന്നു എന്നുള്ള പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടത്. രണ്ടാമത്തെ വിഷയം, അൾട്ടിമേറ്റ് ഷോർട്ട് ടേമിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് BTC 69Kയിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? BTC ഇങ്ങനെയാണ്, എന്തുകൊണ്ട് ഇത് മൂവ് ചെയ്യാത്തത്? പക്ഷേ ഇന്ന് നമ്മളത് നോക്കുമ്പോൾ 69K എന്ന് പറയുന്നത് നമ്മളൊരു സ്വപ്നം പോലെയാണ്. അതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ മാർക്കറ്റ് വൻ തകർച്ചയിലേക്ക് പോകേണ്ട, ഒരു 2 മാസത്തിൻ്റെ പോയിന്റിലേക്ക് പോകണമെങ്കിൽ ഹെവി തകർച്ചയിലേക്കും ഹെവി ലോസിലേക്കും പോയാൽ പോലും ആ റേഞ്ചിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് നോക്കണം. അപ്പോൾ ഷോർട്ട് ടേമിലുള്ള ചിന്തകൾ കറൻലി മാറ്റി ഈ ഒരു ബുൾ മാർക്കറ്റിൽ നിങ്ങളൊരു 6 മന്ത്
എയിമുകൾ ലക്ഷ്യം വെക്കുക. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നോർമലി ഒരു ബുൾ മാർക്കറ്റ് ഫിനിഷ് ആവുകൊണ്ട് നമുക്കൊന്ന് ഒക്ടോബർ മാക്സിമം നമ്മളൊരു ജൂൺ കാൽക്കുലേറ്റ് ചെയ്താൽ അതിലേക്ക് മാത്രം ഇപ്പോൾ ലക്ഷ്യം വെക്കുക. അതിലേക്ക് വരുന്ന ഹൈകൾ, ഉദാഹരണത്തിന് ഈ ഡിപ്പിലൂടെ ഒരു പാഠം നമുക്ക് നിങ്ങൾക്ക് പഠിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ഞാൻ പറഞ്ഞാലും, അതായത് എത്ര മാർക്കറ്റ് ഉദാഹരണത്തിന് BTC ഓൾ ടൈം ആയി ഇനിയും കയറും, 6 മാസത്തെ ബുൾ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കറക്ഷൻ്റെ സമയത്ത് പേഴ്സണലി നല്ലോണം ബേജാറാവുന്നുണ്ട്, നല്ല ടെൻഷൻ വരുന്നുണ്ട്, ഞാൻ സെൽ ഓഫ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളാണോ നിങ്ങൾ എന്നുള്ളത് ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യണം. ഈ പറയുന്ന പീരീഡിൽ അല്ല ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു, ഞാൻ കുറച്ചും കൂടി അധികം റീപേ ചെയ്തു, ഫസ്റ്റ് റീട്രേസ് ആണെന്ന് സാൻഡ പറയുന്നുണ്ടായിരുന്നു, കുറച്ചും കൂടിയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നി എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാകുന്ന നോക്കുക. എന്നിട്ട് വേണം നിങ്ങൾ സെല്ല് ചെയ്യുന്ന പോയിന്റ് ചിന്തിക്കാൻ. അതായത് നിങ്ങളിപ്പോൾ ഒന്നാമത്തെ ആറ്റിറ്റ്യൂഡാണ്, ഈ ഒരു കറക്ഷനിൽ വേണം എന്നെ വല്ലാണ്ട് ബേജാറാക്കി, ഞാൻ ഒരു ഘട്ടത്തിൽ സെല്ല് ചെയ്തു പോയി എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ റീപേ ചെയ്തു എന്നിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ എയിം വളരെ കുറക്കണം. അതായത് നിങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ വെക്കരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ റെഡിയായി വരുന്നതേ ഉള്ളൂ. എല്ലാവരും ഒരേപോലെയല്ല. നിങ്ങൾ വിചാരിച്ചൊക്കെയല്ല ഓൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇവൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, BTC 2012 ഹോൾഡ് ചെയ്യുന്നു, 2024 ഇത്ര ആയിട്ടുണ്ടാവില്ല. എല്ലാവരും ഒരേപോലെയല്ല, അത് മനസ്സിലാക്കുക. എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് മാർക്കോ ഫിലിം കാണാൻ പറ്റില്ല, കാരണം അയാൾക്ക് ഭയങ്കര പേടി വരും. ചില ആൾക്കാർക്ക് കണ്ടതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു സംഭവമാണ്. അതായത് നമ്മളെല്ലാവരുടെയും മനസ്സൊന്നല്ല, എല്ലാവരുടെ ധൈര്യം ഒന്നല്ല, എല്ലാവരുടെ സ്വഭാവം ഒന്നല്ല. അപ്പം നമ്മൾ ബാക്കിയുള്ള ആളെ കമ്പയർ ചെയ്ത്, ബാക്കിയുള്ള ആൾ പറയുന്ന, ചിലപ്പോൾ ഞാൻ പറയുന്ന കമ്പയർ ചെയ്തിട്ടല്ല നിങ്ങളുടെ അസറ്റ് ചിന്തിക്കേണ്ടത്. നിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയാണ്, ഈ കറക്ഷൻ സമയത്ത് നിനക്ക് എത്രത്തോളം പേടിയുണ്ടായിരുന്നു, നീ എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. ചില ആൾക്കാർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അദ്ദേഹത്തിന് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യപ്പെടാം ഇത്ര, എന്നിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ ഭയങ്കര പേടിയുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ ഇവഞ്ച്വലി അവർ സ്ട്രെങ്ത്ത് ഗെയിൻ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്ട്രെങ്ത്ത് ഗെയിൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോഴെന്താ നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട് സ്ട്രെങ്ത്ത് ഗെയിൻ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പീരീഡ് നിങ്ങൾ സെൽഫായിട്ട് നോക്കുക. എനിക്ക് ഈ സമയത്ത് എങ്ങനെയായിരുന്നു എൻ്റെ മാനസികാവസ്ഥ, എങ്ങനെയായിരുന്നു എൻ്റെ ആറ്റിറ്റ്യൂഡ്, എത്രത്തോളം ഞാൻ ചിലപ്പോൾ അയ്യോ ഞാൻ നോക്കുന്നില്ല, നോക്കിയാൽ തലകറങ്ങുന്നുള്ള ആറ്റിറ്റ്യൂഡാണോ, അല്ല ഞാൻ കുറച്ചും കൂടി ആവേശം, കാരണം എനിക്കറിയാം. അതായത് നിങ്ങൾക്ക് 6ഉം 7ഉം 8ഉം ഡിപ്പ് വരുമെന്ന് അറിഞ്ഞിട്ടാണ് ഈ ഒരു മാനസികാവസ്ഥ എന്നുണ്ട്. സഡനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും വേൾഡിൽ എന്തെങ്കിലും സംഭവിച്ചു, ഉദാഹരണത്തിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ന്യൂസ് വന്നു എന്ന് വിചാരിക്കും. ഉദാഹരണമാണ്, ഇപ്പോൾ കോവിഡൊക്കെ 2020 വന്നപ്പോൾ ഒരു വലിയ കറക്ഷൻ ഉള്ളതുപോലെ ഇനിയിപ്പോൾ ഭാവിയിൽ നമുക്ക് ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ന്യൂസ് വരികയും അതിലൂടെ മാർക്കറ്റ് ഈ പറയുന്ന, ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ബുൾ മാർക്കറ്റ് ഫേസ് ആയിരുന്നു, ഈ പറയുന്ന ഡിപ്പ് വന്നു, അതിനുശേഷം ഓൾ ടൈം ആയി അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു റീട്രേസ് ഫേസ് പോലെയായിരുന്നു. അതേപോലെയുള്ള ഒരു സമയത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിനെങ്കിൽ ഇപ്പം നിങ്ങൾക്കറിയാം 6, 7, 8 ഡിപ്പിൻ്റെ സമയമാണ്. എന്നിട്ട് പോലും മാനസികമായിട്ട് എനിക്ക് വിഷമമുണ്ടായിട്ടുണ്ട്, എനിക്കൊരു ധൈര്യക്കുറവുള്ള ഒരാളാണെങ്കിൽ ഈ അൺഎക്സ്പെക്റ്റഡ് സംഭവങ്ങൾ ഒരു 0.1% സംഭവിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ട പ്രോഫിറ്റുകൾ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കണം. അല്ലാണ്ട് ഒരു ബുൾ മാർക്കറ്റ് പീക്ക് ഒരു 10x അല്ലെങ്കിൽ ഒരു 100x അല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ട് ഇല്ല. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതിലും പകുതി മാത്രമേ നിങ്ങളുള്ളിലുണ്ടാവൂ. അതേ സമയത്ത് ഈ ഡിപ്പ് വളരെ ഓപ്പർച്യൂണിറ്റി ആയിട്ടും വളരെ ആവേശത്തോടെയും കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ ആവേശമാക്കായിരുന്നു എന്നും വളരെ പോസിറ്റീവ് മെൻറ്റാലിറ്റിയിലൂടെയാണ് നിങ്ങൾ പോയിനെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഇനി വരുന്ന 2 or 3 റീട്രേസുകൾ പോലും പ്രശ്നമില്ലാത്ത രീതിയിൽ കുറച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യപ്പെടാം, കുറച്ച് നാൾ കൂടി ആ 6 month പ്ലാൻ അല്ലെങ്കിൽ 6 to 10 month പ്ലാനിലേക്ക് സ്റ്റിക്ക് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ തീരുമാനങ്ങൾ എടുത്തിരിക്കണം. അവിടെ മിസ്റ്റേക്ക് വരുമ്പോഴാണ് പലപ്പോഴായിട്ട് ഐഡി തെറ്റുന്നത്. അതായത് ഒരു ഓൾ ഇൻ സൊസൈറ്റി പറയുന്ന രീതിയിൽ പ്ലാൻ ഇടുകയും പക്ഷേ ഇൻഡിവിജ്വലി മാനസികമായിട്ട് ഓക്കെ അല്ലാതിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ലോസ് കണ്ടപ്പോൾ എല്ലാം സെൽ ഓഫ് ചെയ്തിട്ട് എടാ സാൻഡേ ഞാനത് ഫുള്ളൊന്ന് സെൽ ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇനി ഒന്ന് ബൈ ചെയ്ത് നോക്കിയാലോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് എന്ത് സംഭവിക്കുക, മാർക്കറ്റ് അപ്പാവുമ്പോൾ അവർ വീണ്ടും നിങ്ങൾ തന്നെ വീണ്ടും ബൈ ചെയ്ത് അത് ചിലപ്പം ആവറേജ് പ്രൈസിൻ്റെ മുകളിലായി കറക്ഷൻ വരുന്നു. പിന്നെ ഞാൻ ഇല്ല ഈ പരിപാടിക്ക്, അല്ലെങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റ് അതിലും പോയിൻ്റ് വളരെ ശതമാനം കുറയുകയും, അല്ലെങ്കിൽ കുറേ നാൾ കുറച്ചും കൂടി ബൈ ചെയ്ത് ഹൈ ആയതുകൊണ്ട് 2-3 വട്ടം പെട്ടെന്ന് സെൽ ചെയ്തുകൊണ്ട് ഇനി ഞാൻ സെൽ ചെയ്യുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ബിയർ മാർക്കറ്റിലേക്ക് പോവുകയും അങ്ങനെയുള്ള രീതിയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ അതിലൊരു കുറവൊന്നും തോന്നണ്ടേ. ഞാൻ നിങ്ങളോട് ചില ആൾക്കാർക്കുണ്ട് അതിപ്പോൾ എങ്ങനെയാണ്, അല്ല എൻ്റെ മനസ്സ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നൊന്നല്ല. നിന്നോട് നീ യുദ്ധം ചെയ്യല്ല, നിന്നോട് നീ സെൽഫായിട്ട് ചോദിക്കേ വേണ്ട.
അല്ലാണ്ട് നിൻ്റെ മനസ്സ് അങ്ങനെയാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്നുള്ള രീതിയിലായിട്ട് മാറ്റി രണ്ടും തമ്മിലുള്ളൊരു അടികൂടികൾ നടത്തി കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയും ലാസ്റ്റ് ഈ പറയുന്നത് തന്നെ ജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് സെൽഫായിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഈ ഒരു കറക്ഷൻ സമയത്ത് എനിക്കറിയായിരുന്നു, ഞാൻ സാൻഡിൻ്റെ വീഡിയോ കാണുന്നതാണ്, 6ഉം 7ഉം 8ഉം കറക്ഷൻ പീരീഡാണ്. എനിക്ക് ഈ USDT ഫണ്ടും അല്ലെങ്കിൽ ഏത് ഫണ്ട് വരുമ്പോൾ തന്നെ ഞാൻ നൈസായിട്ട് സെൽ ഓഫ് ചെയ്ത് നോക്കിന്. അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് കൂടുമ്പോഴാണ് എനിക്ക് ബൈ ചെയ്യാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ മാർക്കറ്റ് കുറയുമ്പോൾ ഞാൻ സെൽ ഓഫ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. ഇതൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുൾ മാർക്കറ്റിൽ വലിയ എയിം ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നല്ലോ, നിങ്ങൾ പ്രോഫിറ്റ് എയിം ചെയ്യേണ്ടെന്നല്ല, നിങ്ങൾ ഈ ബുൾ മാർക്കറ്റിൽ സേഫായിട്ട് നിൽക്കേണ്ട ഒരാളാണ്. അതായത് ഒരു പ്രോഫിറ്റ് എമൗണ്ടിൽ സേഫായി പോകേണ്ട ഒരാളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 2021 വന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡായിരിക്കും നിങ്ങൾക്ക്. അതായത് 2021 സമയത്ത് ആദ്യമായി മാർക്കറ്റിൽ വന്ന ഒരാൾക്ക്, നിങ്ങൾ അതേ സമയത്ത് അടുത്ത ബുൾ മാർക്കറ്റ് സമയത്ത് നിങ്ങളായിരിക്കും കിങ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്ലാൻ ഇടണം. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് എയിം എന്താ? പൈസക്കാരനാവലല്ല. നമ്മുടെ സമയത്ത് അൾട്ടിമേറ്റ് എയിം എന്താ? ഈ ഒരു ബുൾ മാർക്കറ്റിൽ എനിക്കൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു എമൗണ്ട് ക്രിപ്റ്റോയിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നതാണ് നമ്മൾ അൾട്ടിമേറ്റ് എയിം. അല്ലാണ്ട് നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് 2012 ബിറ്റ് കോയിൻ വാങ്ങിയവനെ പോലെ ഇപ്പോൾ 2024 ആകുമ്പോൾ കോടികൾ നെട്ടുന്ന, മറ്റേ പെൻഡ്രൈവ് ഇടുമ്പോൾ നെട്ടുന്ന പരിപാടി 5 കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള പരിപാടിയൊന്നുമല്ലല്ലോ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മളെ രീതികളും ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ സെൽഫായിട്ട് കമ്പാരിറ്റബിൾ ഉണ്ടാകും. ഇത്തരം ഡിപ്പുകൾ ഞാൻ എപ്പോഴും പറയും, നമുക്ക് എപ്പോഴും പാഠങ്ങളാണ്, വലിയ വലിയ സാധ്യതകളാണ്. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പല അവസരങ്ങളും വരും, നമുക്ക് കോൺഫിഡൻസ് വരും. ഈ ഒരു ബുൾ മാർക്കറ്റ് ഇങ്ങനെയാണ്, അടുത്ത ബുൾ മാർക്കറ്റ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കാണണം, അല്ലെങ്കിൽ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് കാണണം, അങ്ങനെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് പഠിച്ച് വരുത്തുക എന്നുള്ളത് നോക്കുക. രണ്ടാമത്തെ ഘട്ടമുള്ളവർ, നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആണ്, നിങ്ങൾ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ പാഠങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾ കുറച്ചും കൂടി ഓക്കെ ആണ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കൂട്ടാം എന്ന് കരുതി ഞാൻ രണ്ടാമത്തവനാണ് കേട്ടോ, അപ്പോൾ ഞാൻ ഇപ്രാവശ്യം 100x ആണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള രീതിയിലല്ല. ഞാൻ രണ്ടാമത്തവനാണ്, എനിക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടി, ഞാൻ കുറച്ചും കൂടിയും കുറച്ചും കൂടി പക്വതയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ചിന്തകൾ കുറച്ചും കൂടിയും ശരിയാണോ, മോഡുലേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടോ, ഞാൻ ഉദ്ദേശിക്കുന്ന രീതികൾ ഓക്കെ ആണോ എന്നുള്ളത് ചിന്തിച്ച് എനിക്ക് ഓക്കെ ആയ എയിം ചെയ്യണം. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങളിങ്ങനെ ഡെപ്പോസിറ്റ്, ചില ആൾക്കാരുണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് SIP ചെയ്ത് പോവുകയാണെങ്കിൽ പോലും നിങ്ങളുടെ അൾട്ടിമേറ്റ് ഒരു എയിം അത് വെക്കുക തന്നെ വേണം. അത് നിങ്ങൾ ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തതിൽ നിന്നും ഒരു അത്യാവശ്യമുള്ള ഒരു ഏരിയയിൽ വെച്ചിട്ട് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏത് കോയിനുള്ള പ്രോഫിറ്റ് അങ്ങനെയൊന്നുമില്ല, ഞാൻ അൾട്ടിമേറ്റ് ബുക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു മൂന്നാമത്തെ കാറ്റഗറി, എനിക്കിതൊന്നും പ്രശ്നമല്ല, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി വാങ്ങി വെക്കുന്ന ടൈപ്പാണ്, ഞാനിപ്പം ബൈ ചെയ്തിട്ടും എന്നിട്ട് ഞാൻ കൊല്ലങ്ങളോളം ഹോൾഡ് ചെയ്യും, അങ്ങനെയുള്ളവരെയും കാറ്റഗറി നമ്മൾ ഉൾപ്പെടുത്തണം. കാരണം എല്ലാവരും ഇതുപോലെ, അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം എന്താ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിൻറ്റും പ്രശ്നമല്ല, ബിയർ മാർക്കറ്റും പ്രശ്നമല്ല. ബിയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സജീവമാവേണ്ടത്. അങ്ങനെയുള്ളവർ എനിക്ക് തോന്നുന്നു ബിയർ മാർക്കറ്റിലായിരിക്കും കുറച്ചും കൂടി സജീവമാവേണ്ടത്. പക്ഷേ അവർക്ക് ഈ സൈക്കിളുകൾ നിരന്തരമായിട്ട് അവർ എന്ത് ചെയ്യണം, വാച്ച് ചെയ്യപ്പെടണം, അപ്ഡേറ്റ്സുകൾ വാച്ച് ചെയ്യപ്പെടണം. ചിലപ്പോൾ ചില ആൾക്കാർ ചില കോയിൻസുകൾ ചില എക്സ്ചേഞ്ചുകളിൽ വാങ്ങിയിട്ടിട്ടുണ്ടാവും, മക്കളെയാണ് ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ 20 കൊല്ലമാണ് ലക്ഷ്യം വെക്കുന്നതിൽ പോലും അത് ലീലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, ഫോക്കസ് ചെയ്യപ്പെടുന്നു, ആ എക്സ്ചേഞ്ചിൻ്റെ അവസ്ഥകൾ എത്രത്തോളം ഞാൻ എക്സ്ചേഞ്ചിൽ തന്നെ വെക്കുന്നതാണോ എന്നുള്ളത്, വാലറ്റുകളിലേക്ക് മാറ്റണോ, ആ കോയിൻ ഡീലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ആ എക്സ്ചേഞ്ചിൻ്റെ അപ്ഡേറ്റ്സുകൾ, അവർ നൽകുന്ന മെസ്സേജുകൾ, ഇതൊക്കെ നിർബന്ധമായിട്ട് നോക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്. അല്ലാണ്ട് ഞാൻ വാങ്ങി എടുത്ത് ചാടി ഇനി എക്സ്ചേഞ്ചിലോ വന്ന് എന്നെ വിളിക്കുകയും ചെയ്യില്ല, ഇന്ന ആളല്ലേ നിങ്ങളുടെ കോയിന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഡീലിസ്റ്റ് ചെയ്യുന്നുണ്ടേ, നിങ്ങൾ മാറ്റുന്നുണ്ടോ എന്ന് പറയില്ല. അവരെ കർത്തവ്യം എന്ന് പറയുന്നത് അവർ മെയിൽ ചെയ്യുകയോ നോട്ടിഫിക്കേഷൻ ചെയ്യുകയോ ചെയ്യും. അപ്പം നമ്മളതിലും സീരിയസ് ആയിട്ട് നോക്കി, അപ്ഡേറ്റ്സുകൾ നോക്കി, നിരന്തരം വാർത്തകൾ നോക്കി, ഓക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സേഫാണ്. നിങ്ങൾ സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൽ, ഒരു വീട് വാങ്ങിയിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യൽ, അവിടെ ഇട്ടിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് പോകണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന് വൃത്തിയാക്കൂലേ, ഇടയ്ക്ക് വന്ന് നിങ്ങൾ സ്ഥലത്തിൽ കാർഡ് വയ്ക്കൂലേ, അതന്നെ സെറ്റപ്പ്. ഇടയ്ക്ക് വന്ന് നിങ്ങൾ ആ സ്ഥലം നോക്കണം, അല്ലാണ്ട് ഇട്ടിട്ട് പോകരുത്. ഒരു ബിയർ മാർക്കറ്റിൽ വാങ്ങി അടുത്ത ബുൾ മാർക്കറ്റിൽ നോക്കാമെന്നുള്ളതല്ല. ഇടയ്ക്ക് വന്ന് വൃത്തിയാക്കണം, ഇടയ്ക്ക് ലോഗിൻ ചെയ്ത് നോക്കണം, പാസ്വേഡ് മറന്നതിനോ എന്ന് ഉറപ്പിക്കണം. ഈ പറയുന്ന ഇതാണെങ്കിൽ ഏത് വാലറ്റുകളാണെങ്കിൽ നമ്മൾ ആ കോഡില്ലേ അത് ഞാൻ സേഫാണോ നോക്കണം. അത് സേഫാക്കാൻ വേണ്ടി ചങ്ങായിമാർക്ക് അയച്ചു കൊടുക്കുകയല്ല വേണ്ടത്, നിങ്ങളത് സ്ഥലത്ത് നോക്കി വെക്കുക, ഓക്കെ ആണെന്ന് നോക്കുക, ഓക്കെ ആണെങ്കിൽ റെഡിയാക്കുക. അപ്പോൾ ഈ രീതിയിലായിരിക്കുമ്പോൾ നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.